നമ്മൾ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഹലോ, അസ്സലാമു അലൈക്കും. വെറും 15 മിനിറ്റ് കൊണ്ട് ബിരിയാണി റെഡിയാക്കി എടുക്കാവുന്ന ഒരു റെസിപ്പി. ആരും സ്കിപ്പ് ചെയ്യാതെ കാണാം. നമ്മുടെ ബാച്ചിലേഴ്സിനൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ഏറ്റവും നല്ല വഴിയാണിത്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇന്ന് നമുക്ക് ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ ഈ കാണുന്ന സാധനങ്ങളെയൊക്കെ ഒരു പരുവപ്പെടുത്തി നന്നാക്കി എടുക്കലുണ്ട്. ഉള്ളിവെട്ടൊക്കെ ഒരു കലയായി മാറുന്ന ദിവസമാണ് അന്ന്. ഇന്ന് നമ്മൾ ഈ ബിരിയാണിയിൽ ഉള്ളിയെ ഇങ്ങ് പിടിച്ച് മണ്ടക്കിട്ട് 2 വെട്ട് മാത്രം 1/4 വെട്ടിയെടുത്ത ഉള്ളി കുക്കറിൻ്റെ ആഴത്തിലേക്കിട്ട് ഉടനടി കൈ കിട്ടുന്ന തക്കാളി എടുത്ത് അതുപോലെ തന്നെ നടുകയും കുറുകയും 2 വെട്ട് വെട്ടി വെട്ടിക്കിട്ടിയ കഷ്ണങ്ങൾ വാരിയെടുത്ത് അങ്ങ് കുക്കറിലേക്ക് ഇടാം. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ് കാര്യപരിപാടി. കത്തി ഇങ്ങ് തിരിച്ചു പിടിച്ച് ആ ബാക്ക് ഭാഗം കൊണ്ട് ഇഞ്ചിയുടെ തൊലി അങ്ങ് ചകചക ചിരണ്ടിയെടുത്ത് ആ ഇഞ്ചി ചതയെന്ന പേരിൽ ഇടി കൊടുത്ത് കുക്കറിലോട്ടിടാം. ഇനി വെളുത്തുള്ളി ഒരിക്കാൻ ആളുണ്ടെങ്കിൽ ബിരിയാണി പണി എളുപ്പമാണെന്ന് എല്ലാവരും പറയാറുണ്ട്. പക്ഷെ എന്തിന് വേണ്ട. നോക്കൂ, നമുക്ക് ഓരോ ഉണ്ടയ്ക്കും മണ്ടക്കൊരു കൊട്ട്. ദേ നോക്കൂ, 2 മിനിറ്റ് കൊണ്ട് എനിക്കൊരു പാത്രം ഉള്ളികൾ റെഡി. ചെറുതായിട്ടാണെങ്കിലും ഓരോ കൊട്ടു കിട്ടിയ ഉള്ളികളെയും നമുക്ക് കുക്കറിലേക്ക് ഇടാം. അങ്ങനെ കഴുകി വൃത്തിയാക്കിയ ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കുട്ടികൾക്ക് എരിവിനോട് വലിയ ഇഷ്ടമില്ല. എന്നാലും കൂട്ടത്തിൽ ഞാൻ 4 പച്ചമുളക്. ഇനി അതിലേക്ക് സ്വല്പം ഉപ്പ് അങ്ങ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട ശേഷം സ്വല്പം സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി മറിക്കുന്നുണ്ടേ. ഇളക്കി മറിക്കുന്നത് കണ്ട ജയറാമേട്ടൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് തോന്നും വല്ല പച്ചക്കറി കടയിലേക്ക് നോക്കുന്നത് പോലെ. സംഭവം നമുക്ക് അടിപൊളി മസാലയാക്കി എടുക്കാം. ഇതുപോലെ അങ്ങ് ഇളക്കി മറിച്ച് ആ ഉപ്പും ഓയിലും ഒക്കെ എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് കുക്കർ അങ്ങ് മൂടി വെച്ച് അത്രയും സമയം 2 വിസിലടുത്ത് അടുപ്പ് കത്തിച്ച് ഉരുളി വെച്ച് ചൂടായതിനു ശേഷം ഓയിൽ ഒഴിച്ചു കൊടുത്ത് ആ ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് വേപ്പിലിട്ട് അത് കറുകുറ പൊട്ടുന്നത് കേട്ട ചിക്കൻ അങ്ങ് നിരത്തി വെച്ച് കൊടുക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ കുക്കർ അവിടെ വിസിലടി നടക്കുന്നുണ്ട്. 2 വിസിലടി കഴിഞ്ഞ് ആ ആവിയിലൊന്ന് ഇരുന്ന് വേവ് വേണ്ടു. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ നിരത്തി വെച്ച ചിക്കൻ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് നന്നായി ഒന്ന് വെന്ത് മുരിഞ്ഞ് കോരിയെടുക്കാം. 2 വിസിലടിച്ച നമ്മുടെ കുക്കറിലെ ഐറ്റം തുറന്നു നോക്കിയപ്പോൾ അടിപൊളിയായി വെന്ത് ചാഞ്ഞിട്ടുണ്ട്. ഇപ്പം ആരും മുഷിയണ്ട, അയ്യേ വെള്ളം ഊറിയിട്ടുണ്ടാവും, എനിക്കത് ഇഷ്ടമല്ല, വേണ്ട, ഒട്ടും ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് ഈ സാധനങ്ങൾ നമുക്ക് ചിക്കൻ പൊരിച്ചു കയറിയ ഉരുളിയിലൂടെ ചിലവഴിച്ച അത് ആ ഐറ്റം പിന്നീട് കണ്ടാൽ നമുക്ക് തിരിച്ചറിയാത്ത വിധത്തിലായിക്കോളും. അപ്പോൾ നമ്മുടെ മസാല നന്നായി ഒന്ന് വെന്ത് മുരിഞ്ഞ് മുറുകട്ടെ. അപ്പോഴേക്കും നമുക്ക് ചെറിയ ചെറിയ കൊച്ചു കൊച്ചു പണികളൊക്കെ നമുക്ക് തീർത്ത് വയ്ക്കാം. ബിരിയാണിക്ക് ഗാർണിഷ് എന്ന പേരിൽ ഇത്തിരി ചന്തം വരുത്താൻ 2 ക്യാരറ്റ് എടുത്ത് കഴുകി നന്നായി തൊലി കളഞ്ഞ് വൃത്തിയാക്കിയ ശേഷം കൊത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കൂടെ അതിലേക്ക് വേണ്ട മല്ലിയില, പുതിനയില, വേപ്പില, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളി പൊരിച്ചത് ഇതൊക്കെ അപ്പുറത്ത് ചെറുതായി ഒന്ന് തയ്യാറാക്കി വെക്കുമ്പോഴേക്കും നമ്മുടെ ഉള്ളി മസാല അടിപൊളിയായി വന്നിട്ടുണ്ട്. നമ്മുടെ മസാല മിക്സിലേക്ക് സ്വല്പം തൈര് ചേർത്ത് നമ്മൾ പൊരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്കിട്ട് ചേർത്ത് നന്നായി ഒന്ന് കുഴച്ച് മിക്സ് ചെയ്ത് കുറച്ച് നേരം അടച്ച് മൂടി വയ്ക്കാം. അത്രയും സമയം കൊണ്ട് ഒരിത്തിരി ഗരം മസാല ഒന്ന് പൊടിച്ചെടുത്തു. പിന്നെ നമ്മൾ ചോറിന് വേണ്ട അരി എത്രയാണെന്ന് വെച്ചാൽ കഴുകി വെള്ളത്തിലിട്ടിരുന്നു. ഒരു 2 മണിക്കൂറോളം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ചോറ് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുകയും വെള്ളത്തിൽ വേണ്ട ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് ചോറിട്ട് വേവിച്ച് ഊറ്റിയെടുക്കുകയാണ് ചെയ്തത്. ഒരു രക്ഷയില്ല മക്കളെ, നമ്മുടെ മസാല തുറന്ന് നോക്കിയപ്പോൾ അടിപൊളി സ്മെല്ലാണ് വരുന്നത്. നല്ല അസലായിട്ട് മൊരിഞ്ഞ സെറ്റപ്പായ രൂപത്തിലുള്ള മസാലയാണ് കേട്ടോ. ഇനി അതിന് നമ്മൾ ചോറ് 2 സ്റ്റെപ്പായിട്ടാണ്, ഉരുളിയിൽ തന്നെയാണ് 2 സ്റ്റെപ്പായിട്ടാണ് അത് ദമ്മ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ള ചെറിയൊരു കുറുക്ക് പണികളും കൂടി കഴിച്ചു വെച്ചിട്ട് നമുക്കിത് സെറ്റപ്പാക്കി ദം ചെയ്ത് വെക്കാം. ഓക്കെ, നമ്മുടെ ബിരിയാണിക്കുള്ള ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി സാധനങ്ങൾ കുക്കറിലിട്ടെന്ന് വിചാരിച്ച് ഒരു കുഴപ്പവും വരില്ല കേട്ടോ.
2 വിസിലിന് ശേഷം നമുക്ക് പതിവ് പോലെ നന്നായി ചൂടുള്ള ചിക്കൻ പൊരിച്ചു കോരിയ എണ്ണയിലേക്കിട്ട് പെട്ടെന്ന് വഴറ്റി സൂപ്പറാക്കി എടുക്കാൻ പറ്റും. കുറച്ച് സമയം ദം ചെയ്ത ശേഷം സെർവ് ചെയ്യാണ് കേട്ടോ. ഇങ്ങനെ എളുപ്പത്തിലുള്ള ഒരു ബിരിയാണി മസാല ഉണ്ടാക്കിയെടുക്കുന്നത് കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, തീർച്ചയായും കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കല്ലേ.